നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, നമുക്കറിയാം ഇന്നത്തെ സമരം നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമരസമിതി നേതാക്കന്മാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ സമരമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അത് കാര്യമായിട്ട് ഇന്ന് ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. നമ്മൾ ധനസമാഹരണം നടത്തി നമ്മളൊരു സമരത്തിലേക്ക് എങ്ങനെ പോകണമെന്നുള്ള ചർച്ചകൾ നടക്കേണ്ട സമയത്താണ് നമുക്ക് ഇന്ന് ഇങ്ങനൊരു സമരം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സമരമുറ ഈ രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ സമയം നമുക്കറിയാം. ഇന്ന് രണ്ട് നേതാക്കന്മാർ ഇന്ന് അകത്ത് പോയപ്പോൾ ഇന്ന് പുറത്ത് ബാബുക്കയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, പുഷ്പേട്ടയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പുറത്തുള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ആളുകളെ നമുക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസുകാർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ഊരിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട്, ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ജനപ്രതിനിധികളായ എന്റെയും ഞാനും ഷീജ മെമ്പറും റൺഷേർ ഷാഫിയും നമ്മുടെ അന്തരീക്ഷ മെമ്പറും അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ അവരുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ സമരം ഇന്ന് നമ്മളിവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷീജ മെമ്പർ ഉടനെ തന്നെ അത് മെയിലായിട്ട് നമ്മൾ കളക്ടർക്ക് ആവശ്യമായി ഇൻഫോർമേഷൻ കൊടുക്കുകയും അടിസ്ഥാനത്തിൽ അവരെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് മുഴുവൻ ആളുകളെയും, പോലീസിന് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നോട്ടീസ് കൊടുത്ത് നമ്മൾ സമരം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആളുകളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ സമരം നടത്തേണ്ടത്. നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് അടിയന്തരമായിട്ടുള്ള ഒരു സമരത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. നമ്മുടെ നേതാക്കന്മാർ ഇന്ന് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ അതേപടി പാലിക്കാൻ നമ്മൾ അണികൾ തയ്യാറാവേണ്ടതാണ്. അടുത്തൊരു ദിവസം ശക്തമായ സമരത്തോട് കൂടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം നമ്മൾ ചെയ്യേണ്ടി വരും. ഏതായാലും നമ്മൾ ഇവിടെ പിരിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ തയ്യാറല്ല. നമ്മുടെ ഉദ്ദേശം എന്താണോ അത് ഫ്രഷ് കട്ട് എന്ന കമ്പനി ഇവിടെ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ള നമ്മുടെ ആ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയായിരിക്കും നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ നടത്താൻ പോകുന്നത്. ഏതായാലും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ മെമ്പർ, ഞാനത് പറയാൻ പറ്റും, സിനിമ മാത്യു എന്ന് പറഞ്ഞ മെമ്പറും കൂടെ ഉണ്ട്. ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഇവിടെ സമരം നടക്കുക. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഈ പോലീസ് ഇപ്പോൾ ചെയ്ത പോലെ കിടന്നുറങ്ങുന്ന പോയിട്ടോ ഷോപ്പിൽ പോയിട്ടോ പോയി അറസ്റ്റ് ചെയ്യുന്നതല്ല. സമര പന്തലിൽ വെച്ച് നമ്മുടെ നേതാക്കന്മാരെ, ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അത് തന്നെയാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഇവിടെ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ശക്തമായൊരു സമരം തന്നെയാണ് ഫസ്റ്റ് കട്ട് കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ അതിനൊത്താശക്കാരായ പോലീസിനും കൂടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ഇന്ന് ഇവിടെ ഈ സമരം എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും, നമ്മുടെ ധീരരായ സമര പോരാളികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.